ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുകന്യാസ് കറി വേൾഡ്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ, നല്ലൊരു വ്ളോഗുമായിട്ടാണ്. നമ്മുടെ ഡൽഹി രാഷ്ട്രപതി ഭവനകത്തുള്ള ഗാർഡൻ ഉണ്ടല്ലോ, നേരത്തെ ഇത് മുഗൾ ഗാർഡൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പേരൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അഹമ്മദ് ഉദ്യാൻ എന്നാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിസിറ്റ് ചെയ്യാൻ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വർഷവും ഫെബ്രുവരി 2 to March 31 വരെ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ആണ്. ആ ടൈമിൽ ഞങ്ങൾ വന്നിട്ടുള്ള വീഡിയോ ആണിത്. ഞങ്ങൾ ഇത് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഇത് കാണാൻ വന്നിട്ടുള്ളത്. അല്ലാണ്ട് നമുക്ക് അവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് ഇത് കാണാൻ പറ്റും. ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആധാർ കാർഡും അതുപോലെ തന്നെ ഫോൺ നമ്പറൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മൾ ഫോറിനേഴ്സ് ആണോ ഇന്ത്യൻസ് ആണോ, നമ്മൾ എത്ര മെമ്പേഴ്സ് ഉണ്ട്, നമ്മുടെ കൂടെ എത്ര കുട്ടികളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ സ്ലോട്ടുണ്ട്. രാവിലെ 10 തൊട്ട് വൈകിട്ട് 5 വരെയാണ് ഇതിൻ്റെ വിസിറ്റിംഗ് ടൈം. അപ്പം സ്ലോട്ടെന്ന് പറയുന്നത് രാവിലെ 10 തൊട്ട് 4 മണി വരെ സ്ലോട്ടിനകത്ത് നമുക്കിതിനകത്ത് ഇഷ്ടമുള്ള സ്ലോട്ടെന്ന് വെച്ചാൽ ബുക്ക് ചെയ്ത് നമുക്ക് വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ടിക്കറ്റ് ബുക്കാകുമ്പം നമുക്ക് ഇവിടെ വിസിറ്റിങ്ങിന് വരുമ്പോൾ സെക്യൂരിറ്റി ചെക്കിങ് ടൈമിൽ നമ്മൾ ഫോണിനകത്തുള്ള ടിക്കറ്റ് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് QR കോഡ് അവർ സ്കാൻ ചെയ്ത ശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് വലിയ ബാഗൊന്നും അവർ അകത്തോട്ട് അലൗഡ് അല്ല കേട്ടോ. അതുപോലെ ക്യാമറയൊന്നും അലൗഡ് അല്ല, ഫുഡ് ഐറ്റംസ് ഒന്നും ഇതിനകത്ത് അലൗഡ് അല്ല. പിന്നെ ഇതിനകത്ത് നല്ല കുറച്ച് ചെറിയൊരു വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് ഫുഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഇതിനകത്തൊരു ചെറിയ ഫുഡ് കോർട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പൈസ കൊടുത്തിട്ട് നമുക്ക് ഫുഡ് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ക്യാമറ, അതായത് ഫോൺ വെച്ചിട്ട് നമുക്ക് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാം. ചെറിയ വാട്ടർ ബോട്ടിൽ കൈ വെച്ചേക്കാം, നമ്മുടെ പേഴ്സും കൈ വെച്ചേക്കാം. വലിയ ബാഗൊന്നും അകത്ത് കയറ്റില്ലെന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ടിക്കറ്റ് ഫ്രീ ആണ്, പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് നമുക്ക് കയറി ഇത് വിസിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് മെയിനെന്ന് പറയുന്ന ആ ചെറിയൊരു വാട്ടർ ഫൗണ്ടനും പിന്നെ ഇതിനകത്ത് ബാക്കിയുള്ളത് മൊത്തം ഫ്ലവേഴ്സാണ്. വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ റോസിൻ്റെ തന്നെ പല കളേഴ്സ്, അതുപോലെ തന്നെ പല വെറൈറ്റീസ് ഓഫ് റോസസിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പം അവിടെ കണ്ട കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഗാർഡൻ മാത്രം നമുക്ക് കണ്ടിറങ്ങാൻ തന്നെ ഒരു 2 മണിക്കൂർ, അതായത് 1.5-2 മണിക്കൂറെങ്കിലും എടുക്കും. നമുക്ക് നന്നായിട്ട് സാവധാനം കണ്ട് എല്ലാം ആസ്വദിച്ചൊക്കെ നമുക്ക് കാണണമെങ്കിൽ 2 മണിക്കൂറെങ്കിലും എടുത്തിട്ട് വേണം നമുക്കിത് കണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. അത്രയും വെറൈറ്റീസിനകത്ത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇതുപോലെ ഫ്ലവേഴ്സ് കണ്ടുവരുമ്പം ഇതുപോലെ ഒരു ബോർഡും ഒക്കെ വെച്ചേക്കുന്നുണ്ട്, ഫ്ലവേഴ്സും QR കോഡൊക്കെ. ആ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഫ്ലവേഴ്സിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ കിട്ടും. അതിനാണ് അവിടെ വെച്ചിട്ടുള്ള മിക്ക ഫ്ലവേഴ്സിൻ്റെ അടുത്തും ഇതുപോലെ ഒരു സ്റ്റാൻഡും ഇതുപോലെ ആ ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ വെള്ളമൊക്കെ നനച്ചിട്ടേക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് ചൂട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എന്നാൽ തന്നെ എല്ലാം നല്ലതായിട്ട് നിൽപ്പുണ്ട്. എപ്പോഴും വെള്ളം നനയ്ക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ക്ലീൻ ചെയ്യാനും ഒക്കെ ഇവിടെ സ്റ്റാഫുകൾ ധാരാളം തന്നെ ഉണ്ട്. അതുപോലെ നല്ല സെക്യൂരിറ്റി സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ഈ നമ്മുടെ ഈ കയറ് പോലെ ഇങ്ങനെ കെട്ടിയിട്ടില്ല, അതിനകത്തോട്ടൊന്നും നമുക്ക് പ്രവേശിക്കാൻ പാടില്ല. പുറത്തു നിന്ന് മാത്രമേ ഫോട്ടോ എടുക്കാനാണെങ്കിൽ കാണാനും ഒക്കെ നമുക്ക് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചെടികളെ കൂടാതെ തന്നെ ഒത്തിരി ആയുർവേദമായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ ഇതിനകത്ത് നിൽപ്പുണ്ട്. ഇതിനകത്ത് കൂടുതലും നമ്മുടെ വെറൈറ്റീസ് ഓഫ് റോസസ് ഉണ്ട്. റോസിൻ്റെ തന്നെ പ്രത്യേക ഒരു ഗാർഡൻ ഉണ്ട്. അതുപോലെ ഡാലിയയുടെ വെറൈറ്റീസ് കളക്ഷൻസ് നമുക്കിതിനകത്ത് കാണാൻ പറ്റും. ഒത്തിരി നമുക്കിനകത്ത് വെറൈറ്റി പൂക്കൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി നേരം കണ്ട് ആസ്വദിക്കാൻ പറ്റും. നല്ല അടിപൊളി ഒരു ഗാർഡൻ തന്നെയാണ്. ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിലൊക്കെ നിങ്ങൾ ആരെങ്കിലും ഡൽഹിയൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ അഹമ്മദ് ഉദ്യാൻ.
ഇതിപ്പോൾ നമ്മൾ റോസ് ഗാർഡനകത്തുള്ള എൻട്രിയാണ്. നമ്മളിവിടെ നിന്ന് തുടങ്ങുമ്പോൾ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന റോസ് ഗാർഡൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ റോസ് ഗാർഡൻ്റെ സൈഡ് ഭാഗത്തല്ല നമ്മുടെ ജമന്തി പൂല്, നല്ല വലിയ സൈസ് ജമന്തി പൂൾ, അതാണ് അവർ വെച്ചിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് ഭാഗത്താണ് റോസ് അവർ പാർട്ടായിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഈ കാണുന്ന നമുക്ക് മിക്സായിട്ട് എല്ലാം കൂടി വൈറ്റും യെല്ലോയും റെഡും എല്ലാം മിക്സായിട്ടുള്ള റോസസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിനുശേഷമാണ് നമുക്ക് ഓരോ പാർട്ടായിട്ട് തിരിച്ചിട്ടുള്ള റെഡ് ഒരു സൈഡിൽ, വൈറ്റ് ഒരു സൈഡിൽ, പിങ്ക്, അതുപോലെ തന്നെ പീച്ച്, പിന്നെ മൾട്ടി കളർ റോസസ് എല്ലാം നമുക്കിവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. നമ്മൾ ഈ ഗാർഡനകത്തോട്ട് കയറുമ്പം തന്നെ നമുക്ക് നല്ലൊരു മണമാണ്. അതായത് നമുക്കറിയാൻ പറ്റും റോസ് വാട്ടറിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അത്രയും നല്ല, നമുക്ക് ഒറിജിനൽ നമ്മൾ സാധാരണ നഴ്സറിയിൽ പോയാൽ പോലും നമുക്ക് ഇത്രയും നല്ല റോസിൻ്റെ മണം നമുക്ക് കിട്ടുന്നത്. അത്രയും മണം നമുക്കിനകത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പം തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പം കണ്ടോ, അത് റെഡിൻ്റെ ഭാഗമാണ്. അതുപോലെ അതിൻ്റെ അപ്പുറത്ത് ഇതുണ്ട് പീച്ച് കളറാണിത്. അതുപോലെ തന്നെ ഇപ്പുറത്ത് വൈറ്റിനകത്ത് കുറച്ച് പൂക്കൾ, പക്ഷേ ധാരാളം മൊട്ട് നിൽപ്പുണ്ട് കേട്ടോ. അതിനകത്ത് കുറച്ച് പൂക്കളൊക്കെ ഉള്ളു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കാണാൻ പറ്റിയ വയലറ്റ് കളർ ഫ്ലവർ അല്ലേ, ഇത് നമുക്ക് ലാവണ്ടർ കളർ. ഇത് കണ്ടാൽ നമുക്ക് തോന്നും പ്ലാസ്റ്റിക് ആണെന്ന്, പക്ഷേ ഇത് ഒറിജിനൽ ഫ്ലവറാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ തന്നെ. അതുപോലെ സൈഡിലെല്ലാം കുറേ പാർട്ടായിട്ട് കുഞ്ഞു സൈസ് ഫ്ലവേഴ്സിൽ അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതും വേറെ ഒരു വൈറ്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇവിടെ നിൽക്കുന്നത്. അത് റെഡിൻ്റെ തന്നെ വെറൈറ്റീസാണ് തോനെയുള്ളത്, വലുതും ചെറുതും. പിന്നെ അതിൻ്റെ പെറ്റൽസുകൾ വലുതും ചെറുതുമുള്ള റോസസ് ഉണ്ടല്ലോ, അതുണ്ട് ഇതിനകത്ത്. അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. നല്ല മണമാണ്, അതാണ് നമുക്ക് നല്ലൊരു ആരോമയാണ് നമ്മളിനകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ കിട്ടുന്ന. റോസിൻ്റെ ഒരു മണമുണ്ടല്ലോ, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. അതുപോലെ യെല്ലോ, വൈറ്റ്, പിന്നെ റോസിൻ്റെ തന്നെ പല കളർ, ലൈറ്റ് ഷെയ്ഡ്, നല്ല ഡാർക്ക് റോസ്, റെഡിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഓഫ് റെഡ്, അങ്ങനെ റോസ് ഫ്ലവേഴ്സിൻ്റെ തന്നെ വലുത് ചെറുത് ഇന്ന് വേണ്ട. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനമയങ്ങ അവിടെ നിന്ന് വരാനേ തോന്നത്തില്ല. അത്രയും നല്ല റോസിൻ്റെ വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് തന്നെ. ഇതിൽ മൾട്ടി കളർ റോസാണ് കേട്ടോ. റോസിൻ്റെ തന്നെ അടിപൊളി ഫ്ലവേഴ്സാണ്. നമുക്കിവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. പിച്ചാനൊന്നും പറ്റത്തില്ല, അവിടെയൊക്കെ നമുക്ക് സെക്യൂരിറ്റീസ് അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. പിന്നെ പിച്ചെത്താനും പറ്റത്തില്ല, അവിടെ QR കോഡ് വെച്ചിട്ടുണ്ടാണല്ലോ. ഇത് നമുക്ക് QR കോഡ് സ്കാൻ ചെയ്താൽ ഈ റോസിനെ കുറിച്ചുള്ള നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം നമുക്കതിനകത്ത് കിട്ടും. ഇവിടെ നമ്മുടെ റോസ് ഗാർഡൻ തീരുവാണ് കേട്ടോ. ഇനി നമ്മൾ എൻട്രി ചെയ്യുന്നതിൽ റൗണ്ട് ഗാർഡനകത്താണ്. അതിനകത്തൊരു വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട്. അത് നല്ല ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പല സൈസ് ഫ്ലവേഴ്സാണ്, കുഞ്ഞു ഫ്ലവേഴ്സില്ലേ നമ്മൾ ബൊക്കയിലൊക്കെ വെക്കുന്ന സൈസുള്ള ഫ്ലവേഴ്സൊക്കെ. അതിൻ്റെ തന്നെ പല വയലറ്റ്, യെല്ലോ, പർപ്പിൾ, അങ്ങനെ പല കളേഴ്സുണ്ട്. അതുപോലെ നമ്മുടെ ജമന്തിപ്പൂവിൻ്റെ ഓറഞ്ച് കളർ വലിയ സൈസ് ജമന്തിപ്പൂ ഉണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ ചെല്ലുമ്പം ഡാലിയയുടെ തന്നെ പല സൈസ് ചെറുതും വലുതും ഡബിൾ കളർ ഷെയ്ഡുള്ള ഡാലിയയുടെ കളക്ഷൻസ് എല്ലാം അങ്ങോട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. നല്ല വലിയൊരു റൗണ്ടാണ്, നല്ല ടൈം എടുക്കും നമ്മളത് കറങ്ങി തന്നെ ഇങ്ങി വരാൻ വേണ്ടിയിട്ട്. വലിയ സൈസിട്ടുള്ള ചെടികളും ഉണ്ട് കേട്ടോ. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഫ്ലവറൊക്കെ, അതായത് പിങ്ക് കളറും അതുപോലെ തന്നെ ഇതുകൊണ്ട് കണ്ടില്ലേ. പിന്നെ ഇല ചെടികളുണ്ടല്ലോ പല കളറുള്ള, അതുമൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഡാലിയയുടെ തന്നെ ഉണ്ടോ ഡബിൾ ഷെയ്ഡ് കളറുള്ള ഡാലിയ, അതുപോലെ തന്നെ ചെറുതും വലുത് സൈസായിട്ടോ ഡാലിയ കണ്ടോ. ഇതിലെയാണ് നമ്മൾ കറങ്ങി ആ പോണ കണ്ടോ, അവിടെയാണ് നമുക്ക് ഇതിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത്. നല്ലൊരു ടൈം തന്നെ എടുക്കും കേട്ടോ നമ്മൾ ഈ വട്ടം കറങ്ങി റൗണ്ട് കറങ്ങി പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ടൈം. അപ്പോൾ ഇവിടെയൊക്കെ നല്ല യെല്ലോ കളറ് നമ്മുടെ ജമന്തിപ്പൂവുണ്ട്, അതുപോലെ ഡാലിയുണ്ട് നിൽപ്പുണ്ട്. ഇവിടെ നമ്മൾ ഇതാണ് കണ്ടോ, വലിയൊരു റൗണ്ടാണ് കണ്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിങ്ങനെ കറങ്ങി വരാൻ. ഒത്തിരി സമയം എടുക്കും, പക്ഷേ കറങ്ങി വരാം. ഇതിനകത്ത് നമുക്ക് ഫ്ലവേഴ്സിൻ്റെ QR കോഡൊക്കെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാം. ഇത് നമ്മൾ ആ റൗണ്ട് ഗാർഡനിൽ അതിൻ്റെ പുറത്തിറങ്ങിയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അവിടെയും കുഞ്ഞു ഫ്ലവേഴ്സ്, പല കളറുള്ള കുഞ്ഞു ഫ്ലവേഴ്സൊക്കെയാണ് ഇവിടെ അവർ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഇത് നല്ലൊരു ഫോട്ടോ സെഷനാണ് കേട്ടോ. നമ്മൾ കയറി വരുന്നൊരു ഭാഗമാണ്. ഇവിടെ നിന്നാണ് എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പല സൈസുള്ള ഫ്ലവേഴ്സെല്ലാം കുഞ്ഞു ചട്ടിക്കകത്ത് ഇങ്ങനെ
വെച്ചിട്ട് ഭിത്തിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നല്ല രസമാണ് കേട്ടോ അതും കാണാൻ വേണ്ടിയിട്ട്. ഫോട്ടോസും റീൽസൊക്കെ എടുക്കും ഇവിടെ നിന്ന് ആൾക്കാർ. അപ്പോൾ നല്ലൊരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.